പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള പെരുവളശ്ശേരി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു മഹാക്ഷേത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കാഴ്ചകൾ കണ്ട് നമുക്ക് വേഗം വരാം. ഇവിടുത്തെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം, ഇവിടുത്തെ ഭാരവാഹികളിൽ നിന്നും ഇവിടുത്തെ മേൽശാന്തിയിൽ നിന്നും. നാം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിലാണ് ഉള്ളത്. വലിയ ഒറ്റക്കല്ലിൽ തീർത്ത വലിയൊരു കവാടം. അതിൻ്റെ മുകളിൽ നാഗങ്ങളെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. അതീവ സുന്ദരമായ ഒരു വലിയ ഒരു കൽപ്പടുപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കവാടം തന്നെ. ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. രണ്ടു വശത്തും നാഗങ്ങളെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ഈ കൽപ്പടുപ്പിൽ നാഗങ്ങളെ കൊത്തിവെച്ചതും ഈ കൽപ്പടുപ്പിൻ്റെ മുകളിലെ ചിത്രപ്പണികളും കാണുമ്പോൾ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് കണ്ടാൽ തോന്നുകയില്ല. മരത്തിൻ്റെ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും നിലത്ത് കല്ല് പാളിയിരിക്കുന്നത് കാണാം.
ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു കൽവിളക്കും കാണാം. ആ കൽവിളക്ക് നിൽക്കുന്നത് കൂർമ്മത്തിൻ്റെ മുകളിലാണ്. തൊട്ട അരികിൽ തന്നെ വലിയ ഒരു വട്ടളം നിറയെ മഞ്ചാടിക്കുരു നിറച്ചു വച്ചിരിക്കുന്നത് കാണാം. കൃഷ്ണന് അത് പ്രിയപ്പെട്ടതാണ്. ഞാൻ അതിൽ നിന്ന് കുറച്ച് വാരി നോക്കി. ശരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ അത് വാരിയെടുത്ത് മുഖത്തിടുന്നത് ചില ചിത്രകഥകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ദ്വാരകയിൽ പോയി കഴിഞ്ഞാൽ ഇപ്രകാരം ഞാൻ കണ്ടിട്ടില്ല. ചുറ്റും കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ദീപസ്തംഭം നമുക്ക് മുന്നിൽ തന്നെ കാണാം. അത് ആ കാഴ്ചയും കണ്ട് ഞാൻ മുന്നോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ക്ഷേത്രം ചെറുതായിട്ട് മാത്രമേ നമുക്ക് തോന്നാറുള്ളൂ. പക്ഷേ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ വിശാലമായ വലിയൊരു ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുകളിൽ തന്നെ ശ്രീകൃഷ്ണൻ്റെ ഓരോ ലീലാവിലാസങ്ങളെ പറ്റി ചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത് കാണാം. അതീവ സുന്ദരമായ ചിത്രങ്ങൾ. ഭഗവാന്റെ ഓരോ കഥകളും ഇതിൽ വായിച്ച് നമുക്കെടുക്കാൻ പറ്റും. ശാന്തമായ ഒരു നല്ലൊരു ക്ഷേത്രം. പെരുവളശ്ശേരി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈഡിലേക്കൂടി വരുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്കൂടി നോക്കുമ്പോൾ അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു ബോർഡ് കാണാം. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചതുർഭാവത്തിലുള്ള രൂപമാണെന്നാണ് ഇവിടുത്തെ മേൽശാന്തി എന്നോട് പറഞ്ഞിരിക്കുന്നത്. സുന്ദര സ്വരൂപമായ ഭഗവാന്റെ ആ കാഴ്ചകൾ ഞാൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കി. ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വൈകുണ്ഠത്തിൽ നമ്മൾ എത്തിയാൽ എപ്രകാരമാണ്, സാക്ഷാൽ വൈകുണ്ഠത്തിൽ തന്നെയാണ് നാം ഇപ്പോൾ ഉള്ളതും. ആ സുന്ദരമായ കാഴ്ചയും കണ്ട് ഞാൻ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. അവിടെ ദൂരെ ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രവും കാണാം. ശാസ്താവിന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നമുക്ക് കത്തിക്കാം. അല്ലെങ്കിൽ എള്ളുകൊണ്ട് കിഴിപോലെയാക്കി എള്ളെണ്ണയിൽ സമർപ്പിച്ച് അത് കത്തിച്ച് വെക്കുന്നതും കാണാം. സാധാരണ എള്ളുകൊണ്ട് കത്തിച്ച് വെക്കുന്നത് ശനീശ്വരനാണ്. അദ്ദേഹം ശനീശ്വരനായി തന്നെയായിരിക്കാം സങ്കല്പിച്ചിരിക്കുന്നത്. ശനി വാദിക്കാതെ 3 ദേവന്മാർ മാത്രമേ ഉള്ളൂ കുറച്ചു സമയം ശനി വാദിച്ചിരിക്കുന്നത്. തുലാഭാരം തൂക്കുന്ന വലിയൊരു ത്രാസും ഇവിടെ കാണാം. ഭക്തന്മാർ തുലാഭാരം തൂക്കേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ തുലാഭാരം നിങ്ങൾക്ക് തൂക്കാൻ സാധിക്കും. വ്യാളി ഭംഗിയായി ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് കാണാം. സുന്ദരമായ ഒരു രൂപത്തിൽ തന്നെ. അധിക ക്ഷേത്രങ്ങളിലും പഴയകാലത്തെ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനിയും ക്ഷേത്രത്തിന് ധാരാളം പണികൾ നടക്കാനുണ്ട്. നിങ്ങളെപ്പോലുള്ള ഓരോ ഭക്തന്മാരാണ് ഇവിടുത്തെ എല്ലാ സഹായങ്ങളും ചെയ്ത് ഇത്രയും പേരെ എത്തിച്ചിരിക്കുന്നത്. പണ്ട് കാടുപിടിച്ച ഒരു ക്ഷേത്രമായിരുന്നു നാം പണ്ട് വരുമ്പോൾ. ഇപ്പോൾ ഇവിടുത്തെ ദേശവാസികൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ട്രസ്റ്റാക്കിയെടുത്ത് ആ ട്രസ്റ്റിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു കിടാവിളക്കും കാണാം. വരുന്ന ഭക്തന്മാർക്ക് അതിൽ എണ്ണ ഒഴിക്കാനുള്ള സംവിധാനം അതിൽ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ക്ഷേത്ര കൗണ്ടറിൽ പോയി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ റെസീറ്റ് മുറിച്ച് മേൽശാന്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പൂജ ചെയ്ത് നിങ്ങൾക്ക് പ്രസാദം ഇവിടെ നിന്ന് തരുന്നതാണ്. ഇവിടെ ധാരാളം ഇനിയും പണികൾ നടക്കാനുണ്ട്. വലിയൊരു കുളം ഇവിടെ ഒരു ഭക്തൻ കൊടുക്കാം എന്ന് നേർച്ച വെച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ പണി കൊരയിലാണ് ഇവിടുത്തെ ഭാരവാഹികളും.
അതിനു വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങളിൽ നിന്ന് പറ്റുമെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് ഈ ക്ഷേത്രത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും. ഞാൻ ഈ കാഴ്ചകൾ കണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് പോയി നോക്കുക എന്ന് ഞാൻ കരുതി. ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ 2 എപ്പിസോഡായിട്ടാണ് ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച ഇതിൻ്റെ 2ാം ഭാഗം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. വിശേഷ വിവരങ്ങളും വിശദ വിവരങ്ങളും നമുക്ക് അതിൽ നിന്ന് തന്നെ കേൾക്കുവാനും അറിയുവാനും സാധിക്കും. സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഘോരി ബാബ നല്ല നമസ്കാരം പറഞ്ഞു ഞാൻ താൽക്കാലികമായി ഇപ്പോൾ ഇവിടുന്ന് വിട പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ഷേത്ര കാഴ്ചയുമായി ഈ ക്ഷേത്രത്തിൻ്റെ 2ാം ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം.